2023 നടന്നിരുന്ന ഒരു പ്രീവിയസ് ഇയർ 10th ലെവലിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ ഡിസ്കഷനായിട്ടാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി. അത് ശരിയാണ്. സോ 1, 3 എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഏതൊക്കെയാണ്? ലാഹോർ കോൺഗ്രസ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അന്നത്തെ പ്രസിഡൻ്റ് ആരായിരുന്നു? സമ്മേളനത്തിൽ പ്രസിഡൻ്റായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുപോലെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഖുദായി ഖിദ്മത്ത് ഗാർസ എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഖുദായി ഖിദ്മത്ത് ഗാർസ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഖുദായി ഖിദ്മത്ത് ഗാർസ എന്ന സംഘടനയുടെ സ്ഥാപകൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത്? അപ്പോൾ എന്നാണ് ആദ്യമായിട്ട് പ്രവിശ്യകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്? ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1937. അതിൽ എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത്? 7 പ്രവിശ്യകളിലായിട്ടാണ്. ഓക്കെ, 7 പ്രവിശ്യകളിലായിട്ടാണ്. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത്? പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത്. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാ? മുഹമ്മദ് അലി ജിന്ന. നെയ്തലീം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെയ്തലീം. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെയ്തലീം. സ്വതന്ത്ര ഇന്ത്യയിലെ ഈ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ചേരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോ. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ ദുർഗാപൂർ. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കല. ഇതിൽ ചേരാത്തതെന്ന് പറയുന്നത് ഫിലായി ജപ്പാൻ എന്നുള്ളതാണ് കേട്ടോ. ഫിലായി ജപ്പാൻ. ഓക്കെ, ഫിലായി ജപ്പാൻ എന്നുള്ളത് ഫിലായി ജപ്പാൻ്റെ സഹായത്തോടെ അല്ല, ഫിലായി. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെ ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ആരാണ്? ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇത് കേട്ടോ. ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇത്. ഗാന്ധിജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കാണ് ഇത്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന കർത്താവിൻ്റെ കർത്താവ് VP മേനോനാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത്. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം കേശവൻ്റെ ആത്മകഥയാണ് ജീവിത സമരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്.
സവർണജാഥ എന്നുമായിട്ട് മന്നത്ത് പത്മനാഭൻ പങ്കെടുത്തതാണ് സവർണജാഥ. അത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അവസാനിച്ചത് 925 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ടി പ്രകാശമാണ് കേട്ടോ. ടി പ്രകാശ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. ഓക്കെ. അപ്പോൾ ആരാണ് ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ BR അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി ഏതാണ്? 42 ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ചേർത്തത്. മൗലിക അവകാശങ്ങൾ ഏത് ഭാഗം? ഭാഗം 3 നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവെന്ന് പറയുന്നത് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്തിടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹാസ്വോങ് 12 പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയായിരുന്നു കേട്ടോ. ഹാസ്വോങ് 12. നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചതാരായിരുന്നു? താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാഡ്മിൻ്റൺ കപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി G. ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ചണ്ഡീഗഡാണ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇറ്റാനഗർ. ഓക്കെ. ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഗംഗയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും നിക്ഷേപ പ്രവർത്തനം മൂലമാണ് സുന്ദരവനം രൂപപ്പെട്ടത്. ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദരവനം. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ. സോജില ചുരം ശ്രീനഗർ കാർഗിലിനെ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറത്താണ്. കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ മലപ്പുറത്താണ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര എന്ന് പറയുന്നത് 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായത് PR ശ്രീജേഷാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-66 ആണ്. കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏതാണ്? ഏറ്റവും ആദ്യം രൂപം കൊണ്ടത് കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണശേഷിയുള്ള അണക്കെട്ട് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? മിഠായി. പുകയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാക്കുന്ന രോഗാവസ്ഥയ്ക്ക് പേര് എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പിറോസിസ്.
സ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ്? APTT ആണ്. ഓക്കെ, APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേരെന്താണ്? KARSAP ആണ്. കാർസാപ്പ് ആണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയാണ് കാർസാപ്പ്. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ് ഇലക്ട്രോഎൻസെഫലോഗ്രാം. ഇലക്ട്രോഎൻസെഫലോഗ്രാം. EEG എന്ന് പറയും. EEG. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംഭരണശേഷി കുറയുകയും ചെയ്യുന്ന രോഗം? അരിവാൾ രോഗം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടായി ഓക്സിജൻ സംഭരണശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം, അഥവാ സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയും. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം? ചിക്കൻ ഗുനിയ. സിറ്റിസിയൻ നമ്പർ ഏത് തരം ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സീറ്റെയിൻ നമ്പർ ഏത് തരം ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സീറ്റെയിൻ നമ്പർ എന്ന് പറയുന്നത് ഡീസലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, ഡീസൽ. ഇത് താഴെ ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതുകൊണ്ട് സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്. ഞാനത് പറയുന്ന ആൻസേഴ്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.